പ്രിയമുള്ളവരെ, എൻ്റെ മലയാളം ഭാഷയുടെ പ്രയോഗം, പരിണാമം, സാഹിത്യം, വ്യാപനം, അങ്ങനെ കടലുപോലെ വിസ്തൃതമായ ഒരു വിഷയമാണ് നമ്മുടെ പ്രസിഡന്റ് നിർദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ വിഷയം അവതരിപ്പിക്കാൻ ശേഷിയുള്ള ആളുകളെയാണ് അദ്ദേഹം ഇവിടെ ക്ഷണിച്ചിട്ടുള്ളത്. ഞാൻ ഈ റാംമോഹൻ്റെ മാതൃഭൂമിയിലെ കോളം സ്ഥിരമായി വായിക്കുന്ന ഒരാളാണ്. പരിചയപ്പെടണം എന്ന് കരുതിയിരിക്കുകയായിരുന്നു. എന്തായാലും ഒരുമിച്ച് സ്റ്റേജിൽ ഇരിക്കാൻ കഴിയുന്നൊരു വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ അപ്പോൾ സ്വാഗത പ്രസംഗത്തിൽ അദ്ദേഹം ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതായത് നമുക്ക് ഭാഷയ്ക്ക് പുതിയ പദങ്ങൾ കണ്ടെത്തണം, ചില പദങ്ങൾ സംരക്ഷിക്കണം, ചില പദങ്ങൾ ഉപയോഗിക്കാൻ പറ്റാതെ വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരം പദങ്ങൾ മാറ്റി വേറെ പദങ്ങൾ കൊണ്ടുവരണം. ഞാൻ അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന ആളാണ്. കാരണം നമുക്കിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഭാഷയിൽ പദങ്ങൾ ഉണ്ടാകുന്നത് ഒരു ആവശ്യത്തിൻ്റെ സന്ദർഭത്തിലാണ്. ഒരു പുതിയ സംഗതി അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് നിലവിലുള്ള പദം ഉപയുക്തമല്ല എന്ന് വന്നാൽ ജീവനുള്ള ഭാഷകളിലൊക്കെ ആ സ്ഥാനത്ത് പുതിയ ഒരു വാക്ക് അവതരിക്കും അല്ലെങ്കിൽ അവതരിപ്പിക്കും. ലോകത്തുള്ള എല്ലാ ജീവൽ ഭാഷകളിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ബ്ലൂംഫീൽഡ് പറഞ്ഞിട്ടുണ്ട്, ലാംഗ്വേജ് ഈസ് എ സിസ്റ്റം ഓഫ് ആർട്ടിക്കുലേറ്ററി വോക്കൽ സിംബൽസ്. ഭാഷാശാസ്ത്രം പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം കേൾക്കുന്നൊരു സംഗതിയാണ്, നമ്മുടെ ഉച്ചാരണ അവയവങ്ങൾ കൊണ്ട് പുറപ്പെടുവിക്കുന്ന ശബ്ദങ്ങളുടെ ഒരു വ്യവസ്ഥയാണ് ഭാഷ. ആ വ്യവസ്ഥ എന്നത് പ്രധാനപ്പെട്ട സംഗതിയാണ്. കാരണം വ്യവസ്ഥ ഇല്ലെങ്കിൽ ഭാഷ കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയില്ല. പക്ഷെ ആ വ്യവസ്ഥ എന്നത് കുറച്ച് ശിഥിലമായ ഒന്നാണ് എന്നുകൂടി മനസ്സിലാക്കണം. ഇപ്പോൾ ബൈബിളിൽ ഒരു കഥ പറയും. മനുഷ്യരെ എല്ലാവരും കൂടി ചേർന്നിട്ട് അവരുടെ മനുഷ്യശക്തിയുടെ ഒരു അജയ്യ ഗോപുരം എന്ന മട്ടിൽ ഒരു ബാബേൽ ഗോപുരം ഉണ്ടാക്കിയെന്നും അന്ന് ലോകത്ത് മനുഷ്യർക്ക് ഭാഷ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ എന്നും അന്ന് അതിൽ ക്രുദ്ധനായ ദൈവം ഇവരെ ശപിച്ച് അവരുടെ ഭാഷകൾ പലതാക്കി കളഞ്ഞു എന്നുമാണ് ഒരു കഥ. അത് ബൈബിളിലൊരു കഥയാണ്. ഏതെങ്കിലും കാലത്ത് ലോകത്ത് ഒരേ ഒരു ഭാഷ മാത്രമാണോ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചാൽ നമുക്കത് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. അങ്ങനെ ആവാൻ ഒരു സാധ്യതയുമില്ല. പക്ഷേ അങ്ങനൊരു കഥ കിടക്കുന്നുണ്ട്. അപ്പോൾ ഒന്നായിരുന്ന ഭാഷ പലതായി മാറി എന്ന് പറയുമ്പോൾ നമുക്ക് 4 പ്രധാനപ്പെട്ട ഭാഷാ ഗോത്രങ്ങളെ കുറിച്ച് പറയും. മലയാളം ഒരു ദ്രാവിഡ ഭാഷാ ഗോത്രത്തിലാണെന്ന് പറയും. അപ്പോൾ ഈ ഭാഷ എന്നത് എല്ലാ കാലത്തും ദൈവികമായ അതീന്ദ്രിയമായ ഒരു ശക്തിയുടെ ഇടപെടൽ കൊണ്ട് സംഭവിച്ചതാണ് എന്ന മട്ടിൽ ആണ് നമ്മളെല്ലാം സങ്കല്പിച്ച് പോരുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ ഭാരതീയമായ ഒരു കാഴ്ചപ്പാട് പറഞ്ഞാൽ അത് നമുക്ക് വാക്കിനും ദേവിയുണ്ട്, വാഗ്ദേവതയുണ്ട്. ദേവന്മാർ സംസാരിക്കുന്ന ഭാഷയുണ്ട്, ആ ദേവഭാഷയായ സംസ്കൃതമുണ്ട്. അത് പിന്നീട് ഭൂമിയിലെ ദേവന്മാരായ ബ്രാഹ്മണന്മാരുടെ ഭാഷയായി. ബ്രാഹ്മണന്മാർ എവിടെയെങ്കിലും സംസ്കൃതത്തിൽ തന്നെ സംസാരിച്ചിരുന്നോ എന്ന് ചോദിച്ചാൽ അത് വേറൊരു തർക്ക വിഷയമാണ്. ഇത്തരത്തിൽ ഈ ഭാഷകളെക്കുറിച്ച്, ക്ലാസിക്കൽ ഭാഷകളെക്കുറിച്ച്, പ്രാചീന ഭാഷകളെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ലോകത്ത് ജീവനുള്ള എല്ലാ ഭാഷകളും വാക്കുകൾ കടം കൊടുത്തും കടം കൊണ്ടുമാണ് ജീവിച്ചിട്ടുള്ളത്. ഒരു ചെറിയ ഉദാഹരണം, ഇന്നിപ്പോൾ ലോകത്തിലെ ഏറ്റവും വികസിത ഭാഷകളിൽ ഒന്നായ ഇംഗ്ലീഷ്. ഈ ഇംഗ്ലീഷ് 13-ാം നൂറ്റാണ്ടിൽ ബൈബിൾ തർജ്ജമ ചെയ്യാൻ ശ്രമിച്ച് പരാജയപ്പെട്ടു പോയൊരു ഭാഷയാണ്. അതിൻ്റെ ആദ്യ പരിഭാഷയൊക്കെ 13-ാം നൂറ്റാണ്ടിൽ വരുന്നുണ്ട്. പക്ഷേ 13-ാം നൂറ്റാണ്ടിൽ പോലും ബൈബിൾ തർജ്ജമ ചെയ്യാൻ തക്ക ശേഷിയുള്ള ഒരു വൊക്കാബുലറി, ഒരു പദസഞ്ചയം ഇല്ലാതിരുന്ന ഒരു ഭാഷയാണ് ഇംഗ്ലീഷ്. പിന്നീട് ആ ഭാഷ എങ്ങനെയാണ് ഇത്ര വികസിതമായ ഒരു ഭാഷയായി മാറിയത്? വികസിതം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചെറിയ ചെറിയ അർത്ഥഭേദങ്ങളെ പോലും കൃത്യമായി പ്രതിഫലിപ്പിക്കാൻ കഴിയുന്ന ഒരു ഭാഷ. ഉദാഹരണത്തിന് കാറ്റ് എന്ന് നമ്മൾ പറയുമ്പോൾ നമുക്കത് ഇളം കാറ്റ്, കൊടുങ്കാറ്റ് എന്നൊക്കെ പറഞ്ഞ് അതിനെ നമുക്ക് ആ വാക്കിനെ ഒന്ന് പരിവർത്തിപ്പിച്ച് ആ കാറ്റിൻ്റെ ശക്തിയെ കാണിക്കാൻ പറ്റും. ഇപ്പോൾ ഇംഗ്ലീഷിലാണെന്നുണ്ടെങ്കിൽ അതിന് പകരമായി വിൻഡുണ്ട്, ബ്രീസ് ഉണ്ട്, ഹരിക്കെയിൻ ഉണ്ട്.
ഇപ്പൊ ഗന്ധം, നമുക്ക് മലയാളത്തില് അത് സുഗന്ധം, ദുർഗന്ധം. പിന്നെ നാട്ടുഭാഷയിൽ വാട എന്നൊരു വാക്കുണ്ട്, വാട, പിന്നെ ഒരു വാടയാ എന്ന് പറയും. ഇംഗ്ലീഷിൽ നമുക്ക് അതില് സ്മെല്ലുണ്ട്, ഓഡറുണ്ട്, ഓഡറുണ്ട്, ഫ്രാഗ്രൻസ് ഉണ്ട്, ഇങ്ങനെ പല സാധനങ്ങളുണ്ട്. ഇത്തരത്തിൽ ഈഷഭേദത്തോടു കൂടി, ചെറിയ വ്യത്യാസത്തോടു കൂടിയുള്ള അർത്ഥങ്ങളെ പോലും സൂചിപ്പിക്കാൻ കഴിയുന്ന വാക്കുകളുടെ സഞ്ചയം ഉണ്ടാകുന്ന ഒരു ഭാഷയാണ്, വികസിക്കുന്ന ഒരു ഭാഷ എന്ന് പറയും. അത് എവിടെ നിന്ന് വരുന്നതാണ്? ഇംഗ്ലീഷിന്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ 17-18 നൂറ്റാണ്ടുകളിൽ അവരുടെ ഇംഗ്ലണ്ടിന്റെ സാമ്രാജ്യത്വ വികസനത്തിന്റെ ഭാഗമായി അവർ ലോകത്തെ എവിടെയൊക്കെ ചെന്നോ അവിടെ നിന്നൊക്കെ അവിടുത്തെ വസ്തുക്കൾ മാത്രമല്ല ഭാഷാ പദങ്ങൾ കൂടി അവർ കൊണ്ടുപോയിട്ടുണ്ട്. നമ്മുടെ കയറാണ് സായിപ്പിന്റെ കൊയർ. എല്ലാവരുടെയും വിചാരം മലയാളം മാത്രമാണ് ലോകത്തുനിന്ന് ഭാഷാ പദങ്ങൾ കടം കൊണ്ടുപോകുന്നത്. അങ്ങനെയല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിലെ 70% പദങ്ങൾ ഇത്തരത്തിൽ കടം കൊണ്ടതാണ് എന്നാണ് പറയപ്പെടുന്നത്. അതിൽ മോശപ്പെട്ട കാര്യമല്ല. പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു ഭാഷയും മറ്റൊരു ഭാഷയിൽ നിന്നൊരു വാക്കിനെ കടം കൊണ്ടുന്നത് അത് അതേപടി എടുക്കുകയല്ല. കൃത്യമായി പറഞ്ഞാൽ ഇപ്പൊ സായിപ്പിന്റെ ബെഞ്ച്, വിനോദ് സാറെ, നമുക്കൊരു ഫോണോളജി ഉണ്ടല്ലോ ഇല്ലേ? ഉച്ചാരണം, അതെ, ഫോണറ്റിക്സ്. സായിപ്പ് ബെഞ്ച് എന്ന് പറയും. നമ്മൾ ആ വാക്കിനെ എടുത്ത് മലയാളത്തിന്റെ വെള്ളത്തിൽ മുക്കി ജ്ഞാനസ്നാനപ്പെടുത്തി ബെഞ്ച് എന്ന് പറയും. ഡെസ്ക് എന്ന് പറയും. നമ്മൾ അതിനെ മലയാളീകരിച്ച് ഡെസ്ക്. നമുക്ക് അവസാനത്തെ അറിവുണ്ട്. വാക്കൊന്ന് തന്നെ, പക്ഷേ അത് മലയാളീകരിച്ച് നമ്മളതിനെ ഡെസ്ക്, ബെഞ്ച് എന്ന. ഇത് ലോകത്തെല്ലായിടത്തും നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പോ സമീപകാലത്ത് ഞാൻ ലിസ്റ്റ് നോക്കിയപ്പോ ഇപ്പോ ഇന്ത്യയും യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് ബന്ധം വളരെ ശക്തമാണ്. അവരിപ്പോൾ അങ്ങോട്ട് എടുത്തിട്ടുള്ള ഇത് കറി ഉൾപ്പെടെയുള്ള വാക്കുകൾ അവരെടുത്തിട്ടുണ്ടെന്ന് മാത്രമല്ല, ഇപ്പോൾ സമീപകാലത്ത് ആധാർ, ആത്മനിർഭർ, ഹർത്താൽ, ബന്ദ്, അഭിമാനിക്കാം, പിന്നെ നമ്മുടെ RRR വന്നതിന് ശേഷം നാട്ടു ലോക്കൽ എന്നുള്ളത്, നാട്ടു പാട്ട്, പിന്നെ അവതാർ സർവ്വവ്യാപകമായി ഉപയോഗിക്കുന്ന വാക്കാണ്. യോഗ, മന്ത്ര, ഇങ്ങനെ ഒരുപാട് വാക്കുകൾ ആ ഭാഷ കടം കൊണ്ടിട്ടുണ്ട്. ഇത്തരത്തിൽ നമ്മുടെ ഭാഷയും ഓരോ ഘട്ടങ്ങളിൽ കടന്നു വന്നിട്ടുള്ളത് പഴയ പദങ്ങളെ കളഞ്ഞുകൊണ്ടും പുതിയ പദങ്ങളെ സ്വീകരിച്ചുകൊണ്ടുമാണ്. AD 12-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ടത് എന്ന് കരുതപ്പെടുന്ന രാമചരിതത്തിലെ മലയാള കൃതിയാണ്. ഞാനൊരു ഭാഗം വായിക്കാം. പരവയും കടന്നു വന്ന പടയുടെ പെരുപ്പം കണ്ട് വിരൈവിൽ വന്നുരൈപ്പൻ என்று മികുതി ചേർന്നറക്കൻ സൊല്ല അരിവര രുരുവ് കൈക്കൊണ്ട് അതിൻ ചുകചാരണന്മാർ തരമഴ നടക്ക കണ്ട് തടുത്തനൻ ഇലങ്കൈ വേന്തൻ. പരവയും കടന്നു വന്ന പടയുടെ പെരുപ്പം കണ്ട്, മനസ്സിലാവും, പട. പക്ഷെ എന്താണ് പരവ? എന്റെയൊക്കെ നാട്ടിൽ പരവ ഒരു മീന്റെ പേരാ. പക്ഷേ 12-ാം നൂറ്റാണ്ടിൽ പരവൈ എന്ന് പറഞ്ഞാൽ കടൽ എന്നാണ് അർത്ഥം. അപ്പൊ കടൽ കടന്നു വന്ന പടയുടെ പെരുപ്പം, രാമന്റെ പടയുടെ പെരുപ്പം കണ്ട് ഇതെന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് വേഗം നോക്കി എനിക്ക് റിപ്പോർട്ട് തരണം എന്ന് ഇലങ്കൈ വേന്തൻ, രാവണൻ നിർദ്ദേശിക്കുന്ന ഭാഗമാണിത്. 12-ാം നൂറ്റാണ്ടിന്റെ ഭാഷയിലാണോ 21-ാം നൂറ്റാണ്ടിൽ നമ്മൾ കവിത എഴുതുന്നത്? അല്ല. അപ്പോൾ പരവൈ എന്നുള്ള വാക്ക് നമുക്ക് സമുദ്രമെന്നോ കടലെന്നോ നമ്മൾ മാറ്റിക്കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ പഴയ വാക്കിനെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയില്ല എന്നാണ് എൻ്റെ പോയിന്റ്. അതായത് ഭാഷയ്ക്ക് ആവശ്യമില്ലാത്ത ഒരു വാക്കും നമുക്ക് സംരക്ഷിച്ച് നിർത്താൻ കഴിയില്ല. ഒരാൾക്കും തടുത്തു നിർത്താൻ കഴിയുന്നതല്ല ഭാഷയുടെ പരിണാമം. ആ വാക്ക് പോയാൽ അടുത്ത വാക്ക് വരും. ഞാൻ 1847 രാജ്യസമാചാരം പത്രത്തിൽ വന്ന ഒരു വാർത്ത വായിച്ചു കേൾപ്പിക്കാം. ഈ വായിച്ചാൽ അർത്ഥം തൊന്നുമോ എന്നറിയുന്നില്ല. ഓരോരോ രാജ്യങ്ങളിൽ അന്നുണ്ടാകും വിശേഷങ്ങളെ
ബോധിപ്പിക്കുന്നത് ഞങ്ങളുടെ അഭിപ്രായം അല്ല. ഇന്നത്തെ മലയാളത്തിൽ വായിച്ചാൽ ഈ പേര് വായിച്ചാൽ അർത്ഥം തോന്നുമോ എന്നറിയുന്നില്ല. അതായത് ദീർഘമില്ല, ഹ്രസ്വങ്ങളാണ് ഉപയോഗിക്കുക. ആദ്യകാലത്ത് ചേമ്പ് ഇല്ല, ചെമ്പ്. കൊട്ട എന്ന് എഴുതിയാൽ അതിന്റെ അർത്ഥം കോട്ട എന്നാണ്. അപ്പൊ എന്താ കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് പത്രങ്ങളിൽ അച്ചടിക്കുമ്പോ ഒരു വാക്യം കഴിഞ്ഞിട്ട് പൂർണ്ണവിരാമം ഇടുന്ന പരിപാടിയില്ല. അതിങ്ങനെ വിദ്യാരംഭം പ്രസ്, മുല്ലയ്ക്കൽ, ആലപ്പുഴ രാമായണം അച്ചടിക്കുന്ന പോലെ അത് തുടർച്ചയായിട്ടങ്ങ് പോവുകയാണ്. ഇപ്പോഴതിൽ ചന്ദ്രക്കല ഒരു വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ആദ്യകാലത്ത് എനിക്കിത് കാണുമ്പോൾ വല്ലാത്തൊരു അത്ഭുതമായിരുന്നു. അതിന്റെ ഇപ്പൊ നക്ഷത്രമുണ്ട്, അങ്ങനെയാണ്. പണ്ട് കാലത്ത് അതില്ല. അപ്പോ മലയാള മനോരമയിൽ വർഗീസ് മാപ്പിള, കണ്ടത്തിൽ വർഗീസ് മാപ്പിള എന്ന് വെച്ചാല് ഈ വാക്യങ്ങൾക്കിടയിൽ പൂർണ്ണവിരാമം ഇടുന്ന ഒരു പരിപാടി ആരംഭിക്കാൻ ശ്രമിച്ചു. ഉടൻ വന്ന് വിമർശനം, അങ്ങനെയാണ്. അതായത് വർഗീസ് മാപ്പിളയുടെ കുത്ത് തലക്കുത്തുണ്ടാക്കുന്നു എന്നാണ്. തലക്കുത്ത് ചെന്നിക്കുത്ത് ഉണ്ടാക്കുന്നതാണ് വിമർശനം വന്നു. പക്ഷേ എല്ലാവർക്കും പിന്നീട് അത് സ്വീകരിക്കേണ്ടി വന്നു സാർ. കാരണം ഒരു വാർത്തയെന്ന് അച്ചടിച്ചത് ഇങ്ങനെയാണ്: ദിവാൻജി കൊട്ടയ്ക്കകത്തിരുന്നു എന്ന്. അതായത് വലിയ ദിവാൻജി തിരുവനന്തപുരത്തെ വലിയ കോട്ടയ്ക്കകത്തിരുന്നു എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അത് അച്ചടിച്ച് വന്നത് ദിവാൻജി കൊട്ടയ്ക്കകത്തിരുന്നു എന്നാണ്. പിന്നീട് ദീർഘങ്ങൾ സർവവ്യാപകമായി ദീർഘമൊക്കെ നമ്മുടെ ഭാഷയിൽ വന്നു. നമ്മുടെ ഭാഷയിലെ പദങ്ങൾ എവിടെ നിന്നൊക്കെ വന്നിട്ടുള്ള ലിസ്റ്റ് നോക്കാം. സ്വാഭാവികമായിട്ട് സംസ്കൃതമുണ്ട്, തമിഴുണ്ട്, പോർച്ചുഗീസ്, ഡച്ച്, അറബി, ഇംഗ്ലീഷ് തുടങ്ങി ലോകത്ത് ഏതൊക്കെ ഭാഷയുണ്ടോ, നമ്മുടെ നാടുമായി ഏതൊക്കെ നാടുകൾ ബന്ധപ്പെട്ടിട്ടുണ്ടോ അവിടെ നിന്നെല്ലാം നമ്മൾ പദങ്ങൾ ഇങ്ങോട്ടും ഇവിടെ നിന്ന് അങ്ങോട്ടും കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു പ്രശ്നം, നമ്മളിപ്പോ മിക്കവാറും നിത്യ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന മിക്കവാറും വാക്കുകൾ അതെല്ലാം ഒരു കാലത്ത് ഇംഗ്ലീഷ് ഉണ്ടായിരുന്നതാണ്. ഞാനൊരിക്കലും ഇംഗ്ലീഷ് പദം എടുത്ത് ഞാൻ പറയില്ല. ഈ ഭാഷ തീവ്രവാദികൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സോഡ ക്ലബ് സോഡ അല്ല, സാധാരണ സോഡ. ബ്രെഡ്, ജ്യൂസ്, കറന്റ്, പൈപ്പ്, സിഗരറ്റ്, ബക്കറ്റ്, ഷർട്ട്, മിഡി, പാന്റ്, ബഞ്ച്. ഈ ചാനലുകളൊക്കെ ഒരു പരിപാടിയുണ്ട്. പച്ച മലയാളത്തിൽ മാത്രം സംസാരിക്കുക. എന്നിട്ട് ചോദിക്കും, ഈ സ്വിച്ചിന് നിങ്ങൾ എന്ത് മലയാളം പറയും എന്ന് ചോദിക്കും. സിനിമയിലൊക്കെ തമാശയായിട്ട് വന്നിട്ടുള്ള സ്വിച്ചിന് നമ്മൾ സ്വിച്ച് എന്ന് തന്നെ പറഞ്ഞാൽ മതി. അല്ലാതെ വൈദ്യുത ആലപന നിയന്ത്രണ പേടകം എന്ന് പറയേണ്ടതില്ല. സർക്കിൾ ഇൻസ്പെക്ടറെ നിങ്ങൾ വൃത്തപരിശോധകൻ എന്ന് തർജ്ജമ ചെയ്യുന്നത് ഭാഷാ സ്നേഹമല്ല സർ. എന്റെ കാഴ്ചപ്പാട് അങ്ങനെയാണ്. ഇംഗ്ലീഷുകാർക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് ഭാഷാ പദങ്ങൾ കൊണ്ടുപോകാം എന്നുണ്ടെങ്കിൽ നമുക്ക് ലോകത്ത് പുതിയ കമ്പ്യൂട്ടർ എന്നതിന് അടുത്തതായി പറയുന്നത് തമിഴ്നാട്ടുകാർക്ക് വല്ലാത്ത ഭാഷാ സ്നേഹമാണ്. അവർ ബസ് സ്റ്റാൻഡിനെ പേരുന്ത് നിലയത്ത് പോയി. ഞാൻ 4-7 കൊല്ലം തമിഴ്നാട്ടിൽ ജീവിച്ചവരാണ്. അവിടെ സാഹിത്യ ഭാഷണത്തിനെങ്ങാനും അവര് അന്ത പേരുന്ത് നിലയത്ത് പക്കത്തിൽ എന്നൊക്കെ പറയുമായിരിക്കും. അല്ല, ബസ് സ്റ്റാൻഡ് സിറ്റി ബസ് സ്റ്റാൻഡ് എങ്കിൽ തന്നെ അത് ചോദിക്കുക. അങ്ങനെയാണ്. അപ്പം നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ അന്യോന്യം നമ്മൾ എടുക്കുന്നത് തെറ്റില്ല എന്റെ അഭിപ്രായം. നമ്മൾ ഇത് മാത്രമല്ല, ഇംഗ്ലീഷുകാരുടെ പഴഞ്ചൊല്ലുകൾ പോലും നമ്മൾ കൃത്യമായിട്ട് നല്ല വൃത്തിയായിട്ടോ അതിനെ നമ്മളെ വാക്കി വെച്ചിട്ടുണ്ട്. ഓൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ് ഈസ് നോട്ട് ഗോൾഡ്. മിന്നുന്നതെല്ലാം പൊന്നല്ല. ബാർക്കിംഗ് ഡോഗ്സ് സെൽഡം ബൈറ്റ്. കുരയ്ക്കുന്ന പട്ടി കടിക്കില്ല. മലയാളം തന്നെ നമുക്ക് തോന്നും. അപ്പൊ ഇത്തരത്തിൽ എന്താ പറയാ, നമ്മുടെ ആ ഭാഷ പദങ്ങൾ മാത്രമല്ല ശൈലികൾ നമ്മൾ കടകൊണ്ടുണ്ട്. അപ്പോ ഇവിടെ ഒരു പ്രശ്നം വരുന്നത് എന്താ വെച്ചാല്, നമ്മൾ എപ്പോഴും ഈ ഭാഷയെ കുറിച്ച് പറയുമ്പോൾ ഒറ്റ കാര്യം പറയും: വാഗർത്ഥാമിവ സംവൃത്തവും വാഗർത്ഥ പ്രതിപത്തയെ ജഗതപിതരവും വന്ദേ പാർവതി പരമേശ്വര. കമലഹാസന്റെ സിനിമയ്ക്കകത്തുകൂടെ വന്നത്, സാഗര സംഗമത്തിലൂടെ വന്നത് കാരണം സാധാരണ മനുഷ്യർക്ക് അറിയാം. അപ്പൊ അർത്ഥമില്ല, വാക്കും അർത്ഥവും പോലെ ചേർന്നിരിക്കുന്ന പാർവതി പരമേശ്വരന്മാരെ ഞാൻ വന്ദിക്കുന്നു എന്നാണ്. വാസ്തവത്തിൽ ഒരു വാക്കിന് സ്ഥിരമായ ഒരു അർത്ഥമുണ്ടോ? ഞാൻ തൊടുപുഴക്കാരനായ ഞാൻ ഇരിങ്ങാലക്കുടയിൽ ജോലി ആരംഭിച്ച സമയത്ത്
ദിവസവും ഇരിഞ്ഞാലക്കുട നിന്ന് ചാലക്കുടി പോയി അങ്ങനെ ഞാൻ തൊടുപുഴയ്ക്ക് പോവാം. അപ്പൊ ഈ ബസ്സിലെ കണ്ടക്ടർ ക്ലീനറോട് പറയാ, കഴിഞ്ഞ ചാല് ഒരു എയിമായില്ല. അത് ഇരിഞ്ഞാലക്കുടി മാത്രം വാക്കാണ്. കഴിഞ്ഞ ചാല് ഒരു എയിമായില്ല. അത് ഏത് ഭാഷയുടെ വാക്കായിരിക്കും? കഴിഞ്ഞ ട്രിപ്പ് അത്ര കളക്ഷൻ ഉണ്ടായില്ലെന്നാണ്, എയിമായില്ലെന്നാണ്. ഈ തൃശ്ശൂർ ഭാഗത്ത് ഇതുണ്ട്, ഗടി ടക്കുന്ന സ്കൂട്ടായി എന്ന് പറയും. ടക്ക് അത് ഞാൻ തമിഴിൽ കേട്ടിട്ടുണ്ട്. ചില പാട്ടിലൊക്കെ ടക്കുന്ന ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അത് പെട്ടെന്ന് രക്ഷപ്പെട്ടു നടത്തില്ല. ഇതിപ്പോ ഇവിടെ മാത്രമല്ല, നമ്മൾ സിനിമാ പാട്ട് നോക്കി, ഒന്നാം വട്ടം കണ്ടപ്പം പെണ്ണിനൊക്കെ ഉണ്ടാണ്ടം. ഡിക്ഷണറി എടുത്ത് നോക്ക്, ഡിക്ഷണറി വാക്കില്ല. ഈ ഡിക്ഷണറിയെ കുറിച്ചുകൂടി ഒരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങളെന്ത് വിയോജിക്കരുത്. വാസ്തവത്തിൽ മരിച്ചുപോയ വാക്കുകളുടെ പ്രദർശനശാലയാണ് ഡിക്ഷണറി. മരിച്ചുപോയ വാക്കുകളുടെ പ്രദർശനശാലയാണ് ഡിക്ഷണറി. വാക്കിന്റെ അർത്ഥം നമുക്ക് ഡിക്ഷണറി നോക്കി കണ്ടുപിടിക്കാം എന്ന് പറയുന്നത്, ഈ വാക്കിന് അർത്ഥം ഉണ്ടാകുന്ന എപ്പോഴാണ്? അതൊരു സന്ദർഭത്തിൽ, കോണ്ടെക്സ്ച്വലാണ്, സന്ദർഭത്തിലാണ് ഉണ്ടാവുന്നത്. നിങ്ങൾ വലിയ ആനയൊന്നുമല്ല കേട്ടോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ സന്ദർഭത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് നമ്മുടെ സന്ദർഭത്തിൽ ഒരു വാക്യത്തിന്റെ ഭാഗമായി നമ്മളതിനെ പ്രയോഗിക്കുമ്പോൾ ആ വാക്കിന് അർത്ഥം പറ്റും. അപ്പോ ഈ ഒരു പ്രശ്നമുള്ളത് കൊണ്ടാണ് ഒരു കോടതി വ്യവഹാരം ഉണ്ടായല്ലോ. കോടതിയിൽ ഇരിക്കുന്നത് ശുംഭന്മാരാണ് എന്നൊരു ഒരു പ്രസ്താവന വന്നല്ലോ. അതിനൊരു ഭാഷാ പണ്ഡിതൻ ഡിക്ഷണറി നോക്കി കൊടുത്ത അർത്ഥം അതാണ്. നമ്മൾ ഈ സാങ്കേതികത പ്രശ്നമാണ്. ശുംഭൻ എന്ന് വെച്ചാൽ തിളങ്ങുന്നവൻ എന്നാണ്. ഈ ഭാഷാ പണ്ഡിതനും ഒരു ശുംഭനാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ ആ ലോജിക്ക് വെച്ച് നമുക്ക് വേണമെങ്കിൽ വാദിക്കാവുന്നതാണ്. സന്ദർഭത്തിലാണ്. ഞാൻ തൊടുപുഴക്കാരനായ ഞാൻ എൻ്റെ നാട്ടിൽ എൻ്റെ ഫാദറിനെ ഇരാകെ വിളിക്കുന്നത് ചാച്ചന്മാർ. ഞാൻ ക്രിസ്ത്യാനികൾക്ക് ചാച്ചൻ ഉപയോഗമുണ്ട്. ചാച്ചൻ. ഹിന്ദുക്കൾക്കിടയിൽ അച്ഛൻ ഉപയോഗമുണ്ട്. മുസ്ലിങ്ങൾക്കിടയിൽ വാപ്പ എന്നൊരു ഉപയോഗമുണ്ട്. വാപ്പ, വാപ്പച്ചി എന്നൊക്കെ പറയും. പക്ഷെ അപ്പൻ എന്ന് പാലായിൽ പറഞ്ഞാൽ നിന്റെ അപ്പനാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടി രണ്ടിന്റെ വർണ്ണാനുണ്ടാവുള്ളൂ. അത് സാന്ദർഭിക പ്രാദേശികമായ സംഗതിയാണ്. ഞാൻ കോഴിക്കോട് BEd പഠിക്കുന്ന കാലം അവിടെ തൃശ്ശൂർക്കാരിയായ ഒരു സഹപാഠി ഉണ്ടായിരുന്നു. അപ്പൊ എടുത്തുകൊണ്ടവന് ബസവസ്യാൻ നിന്റെ അപ്പത്തിന്റെ പണി ചോദിച്ചു. ഞാൻ നിന്റെ അപ്പത്തിന്റെ പണി ചോദിച്ചു. വളരെ സ്നേഹത്തിൽ ചോദിക്കുന്നതാണ്, വളരെ സ്നേഹത്തിൽ. പിന്നീട് മനസ്സിലായി തൃശ്ശൂർ ഭാഗത്ത് ക്രിസ്ത്യാനികൾക്കിടയിൽ ഈ അപ്പൻ എന്നുള്ള പ്രയോഗം സർവ്വസാധാരണമാണ്, കോണ്ടെക്സ്ച്വലാണ്. ഇത് ഭാഷാഭേദപ്പെടുന്ന ഒരു സാധനമാണ്. ഒരു കേരളം എന്ന് പറയുന്ന ആകെ ഇത്രയുള്ള സ്ഥലമാണ് തന്നെ. ഓരോ നാട്ടിലെയും മലയാളം ഓരോന്നാണ്. ഞാൻ അതിലേക്ക് വിസ്താര ഭയം മൂലം ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. കണ്ണൂരിൽ എൻ്റെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ, സുഹൃത്തിന്റെ സഹോദരന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഞാൻ പോവുകയാണ്. അപ്പൊ ഞാൻ ചെന്ന് അവിടെ ചെന്നപ്പം രാഘവൻ നമ്പ്യാർ മാഷിന്റെ മോനാണ്. അപ്പോൾ അന്വേഷിച്ചപ്പോഴേ പറഞ്ഞു, നമ്പ്യാർ മാഷിന്റെ വീട് ഇന്നത്തോ ചെന്നപ്പോ ഞാൻ ചോദിച്ചു, വസ്തുമാരെ അച്ഛനെവിടെ? അച്ഛന് വല്ലാത്ത കൊല. ഞാനിങ്ങനെ ചുമ എന്ന് പറഞ്ഞു. ഓ ശരി, ഓക്കെ, ആയിക്കോട്ടെ. അത് കഴിഞ്ഞ് പിന്നെ സദ്യ 4 കൂട്ടം മറ്റേ പായസങ്ങളൊക്കെ കൂട്ടി വിഭവസമൃദ്ധമായ സദ്യ കഴിഞ്ഞപ്പോൾ അടുത്താൾ ഇനി ഇലയെടുത്ത് ചാടിക്കോടിക്കുക. അപ്പം നമ്മൾ ഈ പ്രാദേശിക ഭാഷകളെ കുറിച്ച് എൻ്റെ ഗുരുനാഥൻ ഡോക്ടർ CJ റോയ് സാർ പഠിപ്പിച്ചിരുന്നത് കൊണ്ടും പിന്നെ ആ സന്ദർഭത്തിൽ എന്തായാലും നമ്മളെ കൊണ്ട് എക്സസൈസ് ചെയ്യിക്കില്ല എന്ന് ഏകദേശം ധരിച്ചിരുന്നത് കൊണ്ടും നമ്മൾ തൽക്കാലം അതിൽ നിന്ന് തടികൂടി പോലെയായിരുന്നു. ഇത് കവിതയിൽ പോലും ഇത്തരത്തിൽ അർത്ഥമില്ലാത്ത വാക്കുകൾ എഴുതി. ആ അർത്ഥമില്ലാത്ത വാക്കുകൾ ആ സന്ദർഭത്തിന്റെ ഒരു ഗരിമ കൊണ്ട് അർത്ഥമാർജിക്കുകയും ചെയ്യും. അനിൽകുമാറെ, നമ്മുടെ ഹാ പുഷ്പമേ അധിക തുങ്ക പദത്തിലെത്ര ശോഭിച്ചിരുന്നത് രാജ്ഞി കണക്കെ നീ, അവിടെ ആ ഹായ്ക്കൊരു അർത്ഥമുണ്ട്, ഹായ്ക്കൊരു അർത്ഥമുണ്ട്. ക്ഷിതീരഹ ഭക്തജീവിതം പ്രതിജനവന്റെ വിചിത്ര മാർഗമാണ്. ആ അഹയ്ക്കും ആ സന്ദർഭത്തിൽ ഒരു അർത്ഥം വരുന്നുണ്ട്.
തനിയെ നിന്നാലേ ഒരു അർത്ഥമുണ്ടോ? എന്നാലോ ഗുണനമ്പൂരി എഴുതിയല്ലോ, താരിൽ തന്നി കടാക്ഷാഞ്ചലോ മധുമുഖലാരാമ നീരിൽ താർബാണ വൈരാഗര നികരതമോ മണ്ഡലി ചണ്ടഭാനോ. ഞാൻ മുഴുവൻ വായിച്ചെഴുതില്ല. അവസാനം എന്താണ്, നേരത്താവിന് നീയാം തൊടുകൂടി കളയായിരുന്നു മേഷാ കുളിക്കും നേരത്തിന്നിപ്പുറം വിക്രമ നിർഭര ഹരാ ഹന്ത കൽപ്പാന്തതോയെ. വിക്രമരാജാവിനെ കുറിച്ച് സ്തുതിച്ചെഴുതിയ ഒരു ശ്ലോകമാണ്. ആ ശ്ലോകത്തിന്റെ അവസാനം അങ്ങ് സുന്ദരിമാർക്ക് കാമദേവനാണ്, ശത്രുക്കൾക്ക് എന്താണ്, ശത്രുക്കളാവുന്ന ഇരുട്ടിന് ചണ്ടഭാനുമാണ്, സൂര്യനാണ്. അങ്ങനെയുള്ള അങ്ങ് ഈ ഭൂമി കൽപ്പാന്ത കാലത്ത് മുങ്ങിപ്പോകുമ്പോളം അയ്യോ ഹന്ത, അയ്യോ അത് സഹിക്കാൻ പറ്റുന്നില്ല. അതിൽ ആ ഹന്തയ്ക്കാണ്, അന്തഹന്തയ്ക്ക് ഇന്ദപ്പട്ട് എന്ന് പറഞ്ഞൊരു പട്ട് കൊടുത്തു എന്നൊക്കെയാണ് കഥ. അപ്പോ ഇതിന്റെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല്, നമ്മള് ഒരു വാക്കിന് അർത്ഥം എന്ന് പറയുന്നത് ഒരു സന്ദർഭത്തിൽ ഉണ്ടാകുന്ന സാധനമാണ്. ഇത് കുഴപ്പമുണ്ടാക്കിയ സന്ദർഭങ്ങളും പ്രശ്നം അറിയാമായിരിക്കുമല്ലോ. ഈ പഴയ നമ്പൂതിരിമാരൊക്കെ, പഴയ കവികൾ പലരും മഹാരസികന്മാരാണ്. അവരുടെ രസികത്വത്തിൽ ഒരു പിഞ്ച് ഓഫ് സോൾട്ട്, ഒരല്പം ശൃംഗാരം ഇങ്ങനെ മേമ്പടിക്ക് വിതറിയിട്ടുണ്ടാവും. അതിലൊന്ന് പണ്ട് MA പഠിച്ചപ്പോൾ ഞങ്ങൾ ശബ്ദം താഴ്ത്തി വായിച്ച് പഠിച്ചതാണ്. അതായത് ഒരു വഴിപോക്കൻ പോവുകയായിരുന്നു. അപ്പോൾ മഴ പെയ്യാൻ തുടങ്ങുന്നു. അപ്പോൾ അടുത്ത കണ്ടൊരു വീട്ടിൽ കയറി സംസ്കൃതത്തിലാണ് ഇവിടെ താമസിക്കാൻ തരാമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ മറുപടി ശ്ലോകത്തിലാണ്, സൽക്കാരമേകനായി വാർത്ത കേൾക്കാം തൽക്കാലമിങ്ങില്ല ഗൃഹാതിനാഥൻ പയോധരത്തിന്റെ ഉയർച്ച വാർത്തിൽ വ്യാധിയെങ്കിൽ പുനരഗമിക്കാം. നിഷ്കളങ്കമായി പറയുന്ന, അതായത് അയ്യോ നിങ്ങൾ സൽക്കരിക്കാൻ ആരുമില്ല, വീട്ടുകാരൻ പുറത്തു പോയിരിക്കുകയാണ്, ഇനി മഴ പെയ്യുന്നുള്ള പേടി കൊണ്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് താമസിക്കാം. അത് പയസം എന്ന വാക്കിന് വെള്ളം എന്നർത്ഥം വരുമ്പോഴാണ്. എന്നിട്ട് ഈ പഠിപ്പിക്കുന്ന മാഷി ശബ്ദം താത്തി പറയും. എന്തിനാ ശബ്ദം താത്തി അന്നും ഇന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. പയസം എന്ന് പറഞ്ഞാൽ പാലെന്നും ഒരു അർത്ഥമുണ്ട്, പയോധരം എന്ന് പറഞ്ഞാൽ സ്ഥാനം എന്നാണ് അർത്ഥം. ഇന്നാണെന്നുണ്ടെങ്കിൽ ആളുകൾ മുല്ല എന്ന് തന്നെ പറഞ്ഞേനെ. അന്ന് സംസ്കൃതത്തിൽ പറഞ്ഞാൽ തെറിയല്ലാതാകും എന്ന് ധരിച്ചിരുന്ന ഒരു കാലമാണ്. അങ്ങനെയാണ്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് പറയുന്നൊരു സംഗതി, ഇത് നമ്മൾ ഈ അറിയുന്ന സംഗതി, നോം ചോംസ്കിയെ പോലുള്ള ജനറേറ്റീവ് ഗ്രാമറിന്റെ പരമാചാര്യൻ പോലും ഈ ഭാഷയിലെ പദങ്ങൾക്ക് ആഭ്യന്തര രചന, ബാഹ്യരചന രണ്ട് തലമുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഞാനിപ്പോ പെട്ടെന്ന് ഓർക്കുന്ന ഒരു കാര്യം നോട് പറയാം. ഇപ്പോ ഞാൻ ഇന്നലെ കള്ള് കുടിച്ചില്ല എന്ന് പറയാം. ഞാൻ ഇന്നലെ കള്ള് കുടിച്ചില്ല എന്ന് പറയാം. അത് നമുക്ക് പലതരത്തിൽ പറയാം. ഞാൻ ഇന്നലെ കള്ള് കുടിച്ചില്ല, മോഹൻദാസ് സാർ കുടിച്ചു. ഞാൻ ഇന്നലെ കള്ള് കുടിച്ചില്ല, ഞാൻ കുടിച്ചു ഇല്ല. ഞാൻ ഇന്നലെ കള്ള് കുടിച്ചില്ല, ഓർക്കയാണ് കഴിച്ചത്. എന്താണ് മനസ്സിലായിട്ടുണ്ടാവില്ലേ? ഞാൻ ഇന്നലെ കള്ള് കുടിച്ചില്ല, പകരം അതുകൊണ്ട് മുഖം കഴുകാന്ന് ചെയ്തു. നോക്കൂ, ഒരേ വാക്യം 4 തരത്തിൽ പറഞ്ഞാൽ അത് പദത്തിന്റെ ഒരു പെർഫോമൻസാണ്. NN പിള്ള ഇവിടെ ഈ നാടകത്തെ സംബന്ധിച്ച് ഭഗവാൻ കാര്യം മാറുന്നു എൻ്റെ വിചാരം. ആ നാടകം നിരോധിച്ചു, വലിയ പ്രശ്നമായി. അപ്പോൾ ഓരോ സ്ഥലത്തും ഈ നാടകം അവതരിപ്പിക്കുന്നതിന് മുമ്പ് തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് സ്ക്രിപ്റ്റ് കാണിച്ച് ബോധ്യപ്പെടുത്തണം എന്ന് പറഞ്ഞ അദ്ദേഹം പറഞ്ഞ കാലത്ത് അദ്ദേഹം കുങ്കുമം വാരി ഒരു ലേഖനം എഴുതി. ഇത്രയ്ക്ക് വിവരദോഷികളാണല്ലോ നാട് ഭരിക്കുന്നത്. ഈ സ്ക്രിപ്റ്റ് വായിച്ചാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും? ഉദാഹരണത്തിന് അദ്ദേഹം പറയും, പോയോ എന്ന് ഞാൻ എഴുതി വെക്കുന്നു. ഞാനിത് 4 തരത്തിൽ പറയാം. പോയോ ഈ മൂന്നിനും അദ്ദേഹം പറഞ്ഞു. ആ മൂന്നാമത്തെ ചോദ്യം ഞാൻ എൻ്റെ ലേശം ഒരു സ്വരിപ്പിക്കൽ കൂടി ചേർത്താൽ ദുരർത്ഥത്തിന് അങ്ങേയറ്റം എത്തിക്കാൻ പറ്റും. അപ്പോൾ ഒരു വാക്ക് ആരോട് പറഞ്ഞു എന്നിടത്താണ്. ഇപ്പൊ കള്ളൻ എന്നൊരു വാക്ക്, ഒരു കാമുകനോട് കൊച്ചു കള്ളൻ എന്ന് പറഞ്ഞാൽ അർത്ഥം മാറിക്കും. സമീപകാലം വരെ തെറിയായിരുന്നൊരു വാക്ക് ഈയിടയ്ക്ക് നമ്മുടെ മാധ്യമങ്ങളെല്ലാം കൂടി ചേർത്ത് ജ്ഞാനസ്നാനപ്പെടുത്തി നല്ല വാക്കാക്കിയിട്ടുണ്ട് സാർ. ആ വാക്കാണ് മയില്. ആ
നമുക്ക് പണ്ട് കോൾമയിരമ്പ് എന്നൊരു സാധനം, അത് വേറെ സാധനമാണ്. ഈ മയില് എന്ന് വെച്ചാൽ ഇപ്പോൾ ചാനൽ ചർച്ചയിലൊക്കെ സർവ്വസാധാരണമായി വന്നുപോയി. അത് ഭാഷയുടെ ഒരു വളർച്ചയായി തന്നെ കാണണം. ഇപ്പൊ ചെറുക്കൻ എന്ന് പറയും, ചെറുക്കൻ. ബഷീറിന്റെ ബാല്യകാല സഖിയിൽ ചെറുക്ക എന്നാണ് മറ്റേ ഏറ്റവും വിരോധത്തിൽ പിടിക്കുന്നത്, ചെറുക്ക എന്നാണ്. മണിച്ചിത്രത്താഴ് സിനിമയിൽ കിണ്ടി എന്നൊരു പ്രയോഗമുണ്ട്, കിണ്ടി. ആ ഒരു കിണ്ടി എന്നുള്ള വാക്ക് ഡിക്ഷണറി നോക്കിയാൽ ഒറ്റ അർത്ഥമുണ്ട്. പക്ഷേ മോഹൻലാലും നമ്മുടെ മറ്റേ സുരേഷ് അവരുടെ സംഭാഷണത്തിൽ ആ കിണ്ടി എന്നുള്ള വാക്കിന് വരുന്ന അർത്ഥവിപര്യങ്ങൾ ആലോചിച്ചു നോക്കും. അപ്പൊ എങ്ങനെയാണ് ഒരു വാക്കിന് അർത്ഥം ഉണ്ടാകുന്നത്? ഇത് വേറൊന്നുമില്ല. ഞാനൊരു സാഹിബിന്റെ മുമ്പിൽ നിന്നിട്ട് മലയാളത്തിൽ കിട്ടാവുന്ന തെറികളെല്ലാം പറഞ്ഞു എന്ന് വിചാരിക്കാം. അതതിന് മനസ്സിലാകുന്നില്ല. ഈ പറയുന്ന കേൾക്കുന്നയാൾക്ക് ഇത് മനസ്സിലാകുന്നില്ലെങ്കിൽ ആ ഭാഷാ പദത്തിന് എന്താണ് അർത്ഥം ഉണ്ടാവുക? അപ്പോ അതുകൊണ്ട് രണ്ടുപേർ തമ്മിൽ സംസാരിക്കുമ്പോൾ ആ സംസാരിക്കുന്ന സന്ദർഭവും ഈ രണ്ടാളുകൾക്കും അനുസരിച്ചാണ് ഈ ഭാഷാപദത്തിന് അർത്ഥമുണ്ടാവുകയും. ഇപ്പൊ മലയാളത്തെ കുറിച്ച് പറഞ്ഞു വന്നപ്പോൾ എനിക്ക് പറയാതിരിക്കാൻ പറ്റുന്ന ഒരു കുഴപ്പമുണ്ട്. കുറച്ചധികം കാലമായി നമ്മുടെ ഭാഷ മറ്റു പല ഭാഷകളുടെയും ചുമലിൽ നിന്നാണ് അതിൻ്റെ അർത്ഥ വ്യക്തി നിർവഹിക്കുന്നത്. ഉദാഹരണത്തിന് ഈ സുരേഷ് ഗോപിയുടെ വളരെ സുപ്രസിദ്ധമായ സിനിമ ഡയലോഗ് ഉണ്ടല്ലോ, അമേധ്യവും മറ്റും കുഴച്ച് പിന്നെ ഉരുട്ടിയ ഒരു സാധനമുണ്ട്. അതിന് അവസാനം ഒരു സാധനം ജസ്റ്റ് റിമെമ്പർ ദാറ്റ് ഒരു സാധനമുണ്ട്. അതെന്തിനാ വെച്ച് കഴിഞ്ഞാൽ അത് ആ മലയാളത്തിൽ പറഞ്ഞാൽ അങ്ങ് തൃപ്തിയാവുന്നില്ല. അത് ആ ഇംഗ്ലീഷ് കൂടി ചേർത്ത് വെച്ച് കഴിയുമ്പോഴാണ് അതിന് ഒരു പരിപൂർണത കിട്ടിയതായി. നമ്മുടെ പ്രശ്നമാണ്, സുരേഷ് ഗോപിയുടെ പ്രശ്നമല്ല, തിലകത്തിന്റെ കുഴപ്പമില്ല, നമ്മുടെ പ്രശ്നമാണ്. ഇപ്പൊ ഷൈജു ദാമോദരന്റെ ഫുട്ബോൾ കമ്മിറ്റി നോക്കൂ. അദ്ദേഹം ഏതൊക്കെ ഭാഷയിലാണ് സംസാരിക്കുക, അതറിയുകയും ആവേശം കൊള്ളുകയും ചിലപ്പോൾ പോർച്ചുഗീസിൽ പറയും, ചിലപ്പോൾ ഫ്രഞ്ചിൽ പറയും. കാരണം മലയാളത്തിൽ പറഞ്ഞ അങ്ങോട്ട് പോരാന്നൊരു തോന്നലുണ്ട്. ഇത് പണ്ട് കാലത്ത് സംസ്കൃതത്തിലായിരുന്നു. നമ്മൾ ഏത് കാര്യം പറഞ്ഞാലും ഇങ്ങനെയാണല്ലോ വിധിയും സംസ്കൃതം ഉദ്ധരിക്കുമായിരുന്നു. അപ്പോ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യമാണ് എന്ന് പറയാം. ഭാഷാഭേദങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു ഉദാഹരണം മാത്രം പറയുന്നത്, ഒരുപാട് ഉദാഹരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയില്ല. അതായത് ഈ തിരുവനന്തപുരം ഭാഗത്ത് അണ്ണൻ അണ്ണി പ്രയോഗമുണ്ടല്ലോ, അണ്ണൻ അണ്ണി. തിരുവിതാംകൂറിന്റെ അങ്ങേയറ്റത്ത് കുറച്ച് ഭാഗത്ത് അണ്ണി എന്ന് പറഞ്ഞാൽ അണ്ണാൻ എന്നർത്ഥം, സ്ക്വിറൽ എന്നർത്ഥം. സ്ക്വിറൽ തന്നെ ഞാൻ പറയാം. അപ്പോ അണ്ണി മരത്തിൽ നിന്ന് വീഴുന്നത് ജേട്ടത്തിൽ മരത്തിൽ നിന്ന് വീഴുന്നല്ല, അങ്ങനെയാണ്. അപ്പൊ ഇത് എങ്ങനെ മനസ്സിലാകുന്ന വെച്ചാൽ ആ സന്ദർഭം കൊണ്ട് നമ്മൾ മനസ്സിലാക്കും. ഇംഗ്ലീഷ് ഉൾപ്പെടെയുള്ള എല്ലാ ഭാഷകൾക്കുമുള്ള ഒരു പ്രത്യേകത, അതിൽ ചുരുക്കപ്പേരുകളുണ്ട്. ഉദാഹരണത്തിന് PTO എന്ന് പറഞ്ഞാൽ പ്ലീസ് ടേൺ ഓവർ എന്നാണ്. PTI എന്ന് പറഞ്ഞാൽ ട്രസ്റ്റ് ഓഫ് ഇന്ത്യ എന്നാണ്. UNI എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. മലയാളത്തിൽ തമിഴുണ്ട്. ഇപ്പോ തമിഴില് തിമുക കച്ചി തൈലാളം ദ്രാവിഡ മുന്നേറ്റ കഴകം എന്നാണ് തിമുക. ആ തിമുക വെച്ചാൽ അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകം എന്നാണ്. അങ്ങനെ തന്നെയാണ്. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നെങ്കിലും നിങ്ങൾ എന്നെ ജോ എന്ന് വിളിച്ചാൽ വിവരമാണ്. കാരണം മലയാളത്തിൽ അത്തരത്തിൽ ചുരുക്കി പറഞ്ഞ തമാശയാണ്. ബഷീർ ഒരിക്കലും എഴുതി വളരെ ഇഷ്ടമുള്ളതാണ്. പക്ഷെ അത് അതായത് കുട്ടിക്കൃഷ്ണമാരാണ്. അപ്പൊ ഇത്തരത്തിൽ ഈ ഭാഷാപദങ്ങൾ കൊണ്ട് കളിക്കാൻ ഭയങ്കര പേടിയാണ് മലയാളത്തിൽ. അപ്പോ ഇത്തരത്തിലുണ്ട്. ഞാൻ ചുരുക്കിയ സമയമായി തോന്നുന്നു, അവിടെ ചുരുക്കി പറയാണ്. ഈ ഭാഷയെ സംബന്ധിച്ച് ഇത് സംഭാഷണത്തിൽ മാത്രം, സിനിമയിലും വരും. ആദ്യകാല സിനിമകൾ നോക്കും. അതിലെ നായകൻ അച്ചടി ഭാഷയിൽ പ്രാണപ്രിയെ നിന്നെ ഞാൻ പ്രേമിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയും. പിന്നീട് ഈ സെറ്റിട്ടൊരു എന്താ പറയാ, സ്റ്റുഡിയോയിൽ നിന്ന് സിനിമ പുറത്തേക്ക് വന്നിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ആ സിനിമ നമ്മളോട് പ്രാദേശിക ഭാഷ സംസാരിച്ചു പോയി. അന്നും കുറച്ചൊക്കെ തിരുവനന്തപുരം ഭാഷയായിരുന്നു. പക്ഷെ ഇപ്പൊ കുട്ടനാടൻ ഭാഷയുണ്ട്, വള്ളുവനാടൻ ഭാഷയുണ്ട്, ഓണാട്ടുകര ഭാഷയുണ്ട്. പമ്പരാജ് വന്ന് ഓണാട്ടുകര ഭാഷയായി. MD വന്നപ്പോൾ ഒരു കാലത്ത് തിരുവനന്തപുരംകാരിയായ നായിക പോലും ചോദിക്കുന്ന കാലം വന്നു. അപ്പോ ഇതിപ്പോ ഇപ്പൊ തൃശ്ശൂർ ഭാഷ ഇപ്പോ എന്താ പറയാ, ഈ നമ്മുടെ പ്രാഞ്ചിയേട്ടനും
ഒക്കെ തൃശ്ശൂർ ഭാഷ പറയുമ്പോൾ തല്ലുമാല പറയുന്നത് കൊല്ലം ഭാഷയാണ്. ഇന്നാത്താൻ കേസ് കൂടുതലുള്ള സിനിമ പറയുന്നത് കാസർഗോഡൻ ഭാഷയാണ്. അപ്പോൾ ജനപ്രിയൻ ലൗഡ് സ്പീക്കർ തുടങ്ങിയ സിനിമകൾ പറയുന്നത് ഇടുക്കി തൊടുപുഴപാല ആ ഭാഗത്തെ മലയാളമാണ്. അപ്പോൾ സിനിമയ്ക്ക് അത്തരം ഒരു പ്രാദേശിക ഭാഷ എന്താ പറയുക വ്യക്തിത്വം കൂടി വന്നത് നമ്മൾ കാണാതിരുന്നു പോകും. സത്യത്തിൽ നല്ല നടന്മാരായിരുന്നെങ്കിലും പപ്പുവിനും മാമുക്കോയയ്ക്കും അവരുടെ കോഴിക്കോടൻ ഭാഷ ഒരു ബാധ്യതയായിരുന്നു. നമ്മുടെ ഇന്നസെന്റിനും അത് തന്നെ. അപ്പം അവിടെ അവരുടെ സ്ഥിരം ഭാഷയ്ക്ക് അപ്പുറത്ത് വേറൊരു ഭാഷ പറയുന്ന ആളെ നമുക്ക് സംഘടിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായി. ഇപ്പോൾ സുഡാനി ഫ്രം നൈജീരിയ മലപ്പുറം ഭാഷ, പിന്നെ ഫോർട്ട് കൊച്ചി അടിസ്ഥാനമായി ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് സംഗതികളെ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു ഭാഷാ പദങ്ങളെ കുറിച്ച് ചർച്ച നടത്താം. ഞാനത് അവസാനിപ്പിക്കാം. സമീപകാലത്ത് നമ്മുടെ ഭാഷയിൽ വന്നിട്ടുള്ള ചില ഭാഷാ പദങ്ങളെ കുറിച്ചുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ പ്രസംഗം അവസാനിപ്പിക്കാം എന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി എല്ലാ വർഷവും അവർ ആ വർഷത്തെ പ്രധാനപ്പെട്ട വാക്കുകൾ, ആ വർഷത്തെ വേർഡ് ഓഫ് ദ ഇയർ പറയും. ഇപ്പോൾ 2025 റേജ് ബെയ്റ്റ് എന്ന് വെച്ചാൽ അനാവശ്യമായിട്ടുള്ള അകാരണമായിട്ടുള്ള ആങ്കർ ആണ്. അത് പൊതുവെ ലോകത്ത് എല്ലാത്തും ആങ്കർ കുറച്ച് കൂടിയിട്ടുണ്ട് അല്ലേ മോഹൻദാസ് സാറേ? 24 ബ്രെയിൻ റോട്ട് ആയിരുന്നു. അത് ഈ സോഷ്യൽ മീഡിയയുടെ അമിതോപയോഗം കൊണ്ട് ചളത്തോട് തട്ടുപോയിട്ടുണ്ട്. 2020 റിസ് എന്നൊരു വാക്കാണ്. 2022 ഗോബ്ലിൻ മോഡ് എന്നൊരു മോഡ്, ഇത് ആ വാക്കാണ്. അപ്പോൾ നമ്മുടെ ഭാഷയിലും സമീപകാലത്ത് ഈ പുതുതലമുറയിൽപ്പെട്ട ജെൻസി, അതായത് 1997 2012 വഴിയിൽ ജനിച്ച ആളുകൾ ജെൻസി എന്ന് പറയാം. അപ്പോൾ അതായത് ഇപ്പോൾ ഒരു 13 വയസ്സിന് 28 വയസ്സിനിടയ്ക്ക് പ്രായമുള്ള പിള്ളേർ, അവരുടെ ഭാഷാ പ്രയോഗങ്ങളും അവരുടെ കാലത്ത് നമ്മൾ ഉപയോഗിച്ച ഭാഷാ പ്രയോഗങ്ങളും കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഇതിൻ്റെ പരവതാനി വിരിച്ച് ഞാൻ അവിടെ പോയിരിക്കും. ഇപ്പൊ തൂക്കി എന്നൊരു വാക്കുണ്ട്. നമ്മൾ എത്ര പേർ ആ വാക്ക് ഉപയോഗിക്കുന്നില്ല. പക്ഷേ ഞാൻ ഈ പിള്ളേർക്കൊക്കെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ശ്രദ്ധിക്കാറുള്ള ആളാണ്. അത് തൂക്കി എന്ന് തന്നെ പറയാം. തൂക്കി ചുവന്ന കരങ്ങളാലേ എന്ന് പറയുന്നത്. തൂക്കി എന്ന് പറഞ്ഞാൽ അർത്ഥം മനസ്സിലായി. 2022 മഞ്ഞക്കുറ്റി എന്നൊരു വാക്കാണ് നമ്മുടെ ഭാഷയിൽ ഏറ്റവും ഉപയോഗിക്കുന്നത്. മഞ്ഞക്കുറ്റി അർത്ഥം നിങ്ങൾക്ക് അറിയാമല്ലോ. 23 നിർമ്മിത ബുദ്ധിയായിരുന്നു. 2024 ആയപ്പോഴേക്കും തന്തവൈബ് എന്നൊരു സാധനമാണ് കല്യാണം എഴുതിയൊരു വാക്ക്. നമ്മൾ കേട്ട് വിഷമിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ആരായാലും നമ്മളെ ഗവർണറോട് എങ്ങനെ കാണുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച തന്തവൈബ്. പിന്നെ 25 ആയപ്പോഴേക്കും ജെൻസി വന്നു, SIR വന്നു. ഏത് മൂഡ് എന്നുവെച്ചാൽ അതിനുള്ള മറുപടി അതിൻ്റെ തൊട്ട് താഴെ വരും. ഏത് മൂഡ്, സൂപ്പർ മൂഡെന്നോ എന്തെങ്കിലും പറഞ്ഞതിന് മറുപടി വരും. അത് അവർ തമ്മിലുള്ള ബൺമസ്ക, ആശാസവരം, ഡെലുലു, അത് കുറേതൊക്കെയാണ്. അപ്പം നമ്മുടെ കുട്ടികൾ നമ്മളിതൊരു തമാശയായിട്ടല്ല കാണുന്നത്. ഞാൻ തീർച്ചയായിട്ടും പറയുന്നു, നമ്മളൊരു അന്തർദേശീയ സമൂഹവുമായി എല്ലാ കാലത്തും നല്ല ദൃഢമായ വേരുകൊണ്ടായിരുന്ന സമൂഹമാണ് മലയാളികളുടെ സമൂഹം. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഇപ്പോഴത്തെ കുട്ടികൾ കുറച്ചുകൂടി ഈ സോഷ്യൽ മീഡിയയും മറ്റും വഴി ലോകവുമായി കൂടുതൽ ബന്ധമുള്ള കാലത്ത് പുതിയ വാക്കുകളും ആശയങ്ങളും മറ്റും അത് അസ്വാഭാവികമായിട്ടൊന്നുമില്ല. തന്നെയുമല്ല, പെർഫോമൻസ് തിയറിയെക്കുറിച്ചാണ് എൻ്റെ ഗവേഷണം കൊണ്ടുവന്നുണ്ടാകുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പലപ്പോഴും വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇമോജികൾ കൊണ്ടും മീമുകൾ കൊണ്ടും ട്രോളുകൾ കൊണ്ടും ഒക്കെയാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുക. സിമ്പിളായി നമ്മുടെ വാട്സപ്പിൽ തന്നെ എന്തെല്ലാം ഇമോജികളും മീമുകളും ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഇത് നമുക്കത് ഭയങ്കര മടിയാണ്. എങ്ങനെ ഉപയോഗിച്ചാൽ ഇപ്പോൾ സമീപകാലത്ത് പ്രശ്നമുണ്ട്. വളരെ ആരാധ്യനായ ഒരു മനുഷ്യൻ ഇരിഞ്ഞാലക്കുട, അദ്ദേഹം അന്തരിച്ചു. ആ വാർത്ത ഇട്ട എൻ്റെ വാട്സപ്പ് പോസ്റ്റിന് താഴെ ഒരാൾ ചിരിക്കുന്ന ഇമോജി ഇട്ടു. ചിരിക്കുന്ന ഇമോജി ഇട്ട ആൾ ആരാണെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് അദ്ദേഹം റിട്ടയർ ചെയ്തൊരു കോളേജ് അധ്യാപകനാണ്. 2 കാര്യങ്ങൾ കൊണ്ട് അദ്ദേഹത്തോട് നമുക്ക് ക്ഷമിക്കാം. ഒന്നത്തെ കോളേജ് അധ്യാപകനാണ്, 2 അദ്ദേഹം റിട്ടയർ ചെയ്ത ആളാണ്. അതുകൊണ്ട് ക്ഷമിക്കാം. മാഷെ കുറിച്ചല്ല. അതായത് ഞാൻ പറഞ്ഞത് വേറൊന്നുമില്ല, ഓരോന്നിനും അർത്ഥം. എനിക്കും അർത്ഥം പറ്റിപ്പോയിട്ടുണ്ട്. എല്ലാ ലവ് ചിഹ്നവും സിമ്പിൾ ലവ് അല്ല, അതിന് ഓരോന്നിനും അർത്ഥമുണ്ട്. നമ്മൾ ഈ ഏകമുഖമായ ഒരു ഭാഷ അതല്ല. ഈ നമ്മുടെ ഭാഷയ്ക്ക് ഒരുപാട് അടരുകൾ വന്നിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റാത്ത കാര്യം ഒരു ഇമോജി കൊണ്ട് നമുക്ക് കൃത്യമായി പറയാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഗ്രേറ്റ് എന്നുള്ളതിന് നമുക്ക് ഇംഗ്ലീഷിൽ ആരും ഇപ്പോൾ GREAT എഴുതാറില്ല, GR ആണ്. അപ്പം അതിന് ഭാഷയുടെ ഒരു ലീലാലോലുപത്വമാണ്, ദ പ്ലേഫുൾ ലാംഗ്വേജ് എന്ന് പറയും.
അപ്പൊ അത് വന്നിട്ടുണ്ട്. അപ്പൊ ഇവര് കോഡ് മിക്സിംഗ് ആണ്, അതായത് പല ഭാഷകൾ ഇടകലർത്തി എഴുതുന്ന ഒരു വളരെ വ്യവസ്ഥാപിതമായ ഒരു രീതി ഈ ജൻസി സമൂഹത്തിന്റെ കൂട്ടത്തിൽ ഉണ്ട്. അപ്പോ ഇന്നിപ്പോ പണ്ട് നമുക്ക് സ്കൂളിൽ നിന്നോ മറ്റോ കിട്ടുന്ന മറ്റേ വാക്കുകൾക്ക് പകരം ഇന്നിപ്പോ അന്തർദേശീയ സമൂഹത്തിൽ നിന്നാണ് കിട്ടുന്നത്. നമുക്ക് പലതും പറഞ്ഞ് മനസ്സിലാക്കാം. മറിമായത്തിലെ സീരിയൽ നിന്ന് ഓർത്തു നോക്കാം. ഏതാനും ഉദാഹരണം മാത്രം പറഞ്ഞിട്ട് പോവാം. മാസ്ദ മോനെ, ശോകം മൂട്, തന്ത വൈബ്, കുണുവാവ, സമീപകാലത്ത് ഏറ്റവും കൂടുതൽ ഹിറ്റായ സാധനം കുണുവാവ. എനിക്ക് ഇരുന്ന് ജീവിച്ചിട്ടുണ്ട്. ചീള് കേസ്, കിടു, കട്ടയ്ക്ക് കൂടെയുണ്ട്, കട്ടയ്ക്ക് നിൽക്കണം, തള്ളി മറിക്കണം, ഗൈസ്. ഈ ഗൈസ് എന്നുള്ള വാക്ക് ഇല്ലാതെ ഒരു വീഡിയോ. ചങ്ക്, ചങ്കത്തി, നൈസ് പരിപാടി, ജുവാവ്, യുവാവില്ല ജുവാവ്, ജുവാവ്, ജുവതി, തേപ്പ്, നിഷ്കു, അതാണ് നിഷ്കു, പഠിപ്പി, അടാറ്, ലോക തോൽവി, ഇരിക്കട്ടെ ഒരു കുതിരപ്പവൻ, മരണമാസ്, ക്രഷ്. ലവ് അല്ല, അത് വേറെ സാധനമാണ് ക്രഷ്. അതെന്ന് വെച്ചാൽ ലവിനപ്പത്തേക്ക് പോകുന്നതിനുള്ള LKG ആണ് ഈ ക്രഷ്, മനസ്സിലായില്ലേ? ക്രഷ്. കണ്ണാപ്പി, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കണ്ണാപ്പി, ഡ്യൂഡ്, കളറാക്കണം, സഹോ, നെഗറ്റീവ് അടിപ്പിക്കുക, തണ്ട വൈബ്, തള്ള വൈബ്, കലിപ്പ്, പ്രാങ്ക്, തഗ്ഗടി, മിന്നിക്കൽ. ഞാൻ നിർത്തുക. സേട്ടാ, സേട്ടാ, സേച്ചി, ചേട്ടാ ചേച്ചി, ചേച്ചിയില്ല, സേട്ടാ, സേച്ചി, കിടുക്കാച്ചി, പൊളി, പൊളപ്പൻ, ചളി, കട്ടച്ചളി. നമ്മൾ വലിയ കാര്യത്തിന് തമാശയൊക്കെ എടുത്തത്. അപ്പോൾ നമ്മൾ വളരെ അടുപ്പമുള്ള ചിലപ്പോൾ മക്കളായിരിക്കും. അതായത് വെറുതുകൊണ്ടല്ല, നമുക്കിടയിലുള്ള ഭാഷാപരമായ അകലം നമ്മൾ സങ്കല്പിക്കുന്ന അപ്പുറത്തേക്കാണ്. എടാ മോനെ, എടാ മോനെ അല്ല, എടാ മോനെ. ഇതൊക്കെ കുഴപ്പമാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന കുറെ മലയാള വിദ്വാന്മാരും വലിക്കുറങ്ങിയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതാണ് സംഭവിക്കുന്നത്. ഞാൻ പറയുന്നത് ഇതിന് എത്ര പ്രയോഗം 2027 ജീവനോടുകൂടി നിൽക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല. അത് ഏതിനെ കുറിച്ചും ഉറപ്പുള്ളത്? ഒരു പക്ഷേ നാളെ മലയാളം നിലനിൽക്കാൻ പോകുന്നത് FM ചാനലിൽ നിന്ന് കേൾക്കുന്ന മലയാളത്തിലൂടെ ആയിരിക്കാം. ചിലപ്പോൾ പറയാൻ പറ്റില്ല. മലയാളം മരിച്ചു പോകുന്നില്ല, പക്ഷെ ആ മലയാളം ഇന്നത്തെ മലയാളം ആയിരിക്കില്ല. ഒരുപാട് കാര്യങ്ങൾ ഭാഷയ്ക്ക് കൊണ്ട് ചെയ്യേണ്ടതുണ്ട്. ശ്രീ ഉണ്ണികൃഷ്ണൻ, നമ്മുടെ പ്രസിഡന്റ്, പ്രിയപ്പെട്ട പ്രസിഡന്റ്, ഈ ഓട്ടത്തിനിടയിൽ എങ്ങനെയാണ് ഈ ഒരു വിഷയം എന്നെ തലയിൽ കത്തിയത്? ആ തലയിൽ കത്തിയ നിമിഷത്തെ ഞാൻ നമിക്കുന്നു. കാരണം വേറൊന്നുമല്ല, അത് വന്നതുകൊണ്ടാണ് രോഗി പരിചരണത്തിനിടയിൽ ഞാൻ ഇങ്ങനെ ചില കാര്യങ്ങളൊന്ന് ചിന്തിച്ചു കൂട്ടാൻ. അത് ശരിയുണ്ടോ തെറ്റുണ്ടോ എന്നൊക്കെ നമ്മുടെ ബാല്യത്തിൽ പറയും, അഞ്ചത്ത് ഭാഷ പറയും. പക്ഷെ ഇങ്ങനെയും ഭാഷയുണ്ട്. ഇതും ഭാഷയാണ്, ഇതും മലയാളമാണ്. ഇതിനെ നമ്മൾ തള്ളിക്കളയരുത്. ഇവരെന്താണ് പറയുന്നത് എന്ന് കേട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുകയെങ്കിലും ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അടുത്ത പ്രഭാഷണത്തിനായി, ഉദ്ഘാടന പ്രഭാഷണത്തിനായി ബഹുമാന്യനായ റാംമോഹൻ പാലിയത്തിന് ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. താങ്ക് യു. സമയം പോയത് അറിഞ്ഞില്ല. അപ്പോൾ വിഷയത്തിൻ്റെ വേറൊരു തലത്തിലേക്ക് ഈ ചർച്ച കൊണ്ടുപോയി. റാമോഹൻ പറഞ്ഞതിനകത്ത് ഒരു സംഗതി തോന്നുന്ന സംഗതി കൂടി ചേർത്ത് ഞാൻ നിർത്താം. ഞാൻ പ്രസംഗിക്കല്ല. അതായത് നമ്മുടെ ഫേസ്ബുക്കിൽ കൂടെയുള്ള സോഷ്യൽ മീഡിയയിൽ വളരെ സാധാരണമായി ഒരുപാട് ആളുകൾ മലയാളം എഴുതുന്നു. സത്യത്തിൽ പുസ്തകങ്ങളെക്കാൾ കൂടുതൽ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ മലയാളത്തിലുണ്ട്. യൂട്യൂബിലാണെങ്കിലും വരുന്നുണ്ട്, നാടൻ ഭാഷയിലൊക്കെ സംഗതി വരുന്നുണ്ട്. ഈ എഴുതുന്നവർക്ക് സംഭവിക്കുന്ന ഒരു ചെറിയ സാങ്കേതിക പ്രശ്നം അത് നിങ്ങളെപ്പോലുള്ള ആളുകൾ കൂടി ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിൽ ഈ വോയിസ് ടു ടെക്സ്റ്റ് ഉണ്ട്. അപ്പോൾ സർവ്വസാധാരണമായി നമുക്ക് പറഞ്ഞില്ലെങ്കിൽ വരും, കുഴപ്പമില്ല. അതിൻ്റെ ഒരു ആക്യുറസി ലെവൽ എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ നമുക്ക് നമ്മളുടെ ഉച്ചാരണം ഒന്ന് ചിട്ടപ്പെടുത്തിയാൽ ഏതാണ്ട് ഒരു 90-95% വരെ ഇത് പറഞ്ഞാൽ അതുപോലെ അത് എഴുതി കാണിക്കും. അതാണ് സംഭവം. അപ്പോൾ ഞാൻ ഈ കൊറോണ കാലത്ത് കുർബാന കാണാൻ വേണ്ടി ഞായറാഴ്ചകളിൽ നമ്മൾ ഒരു കാനഡയിൽ നിന്നുള്ള ഒരു ചാനലിൻ്റെ കുർബാന കണ്ടു. അപ്പോൾ അതിനിടയ്ക്ക് ഈ പുരോഹിതൻ ചുമച്ചാൽ കഫിംഗ് പോലെ എഴുതി കാണിക്കും. അത് അത്ര ആക്യുറേറ്റ് ആണ്. ഇത് ഒരു ദിവസം കൊണ്ട് സംഭവിച്ചപ്പോഴല്ല, അത് ആ ഭാഷയോട്, ആ ഭാഷയുടെ ഒരു സെല്ലബിലിറ്റി, അതിൻ്റെ ഒരു ആ ഭാഷയുടെ ഒരു വിപണന മൂല്യം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ സംഭവിച്ചിട്ടുണ്ടാവും. പക്ഷേ നിർഭാഗ്യവശാൽ മൾട്ടിനാഷണൽ കമ്പനികളാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്.
സർക്കാരിനോ സാംസ്കാരിക സ്ഥാപനങ്ങൾക്ക് എന്ത് ചെയ്യാനുണ്ട് തുടങ്ങിയ വിഷയങ്ങളുണ്ട്. പക്ഷെ ഇത് ഇവരുടെ ശ്രദ്ധയിലുണ്ട്. ഉദാഹരണം ഇപ്പോൾ നമ്മളിതൊരു മലയാളം ഒരു ടെക്സ്റ്റ് നമ്മൾ പറഞ്ഞ് എഴുതിയാൽ, ഇപ്പോൾ വാട്സപ്പിൽ പോസ്റ്റ് ഇടുകയാണ്, സുഹൃത്തേ സുഹൃത്തേ എന്ന് നമ്മൾ കരഞ്ഞു പറഞ്ഞാലും ഇദ്ദേഹം സുഹൃത്തേ എന്ന് ദീർഘത എഴുതൂല, സുഹൃത്തെ എന്ന് എഴുതും. ഇതിന് ഗതികൾ പറഞ്ഞ മലയാളമേ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളായ അഭിനവ കവയിത്രികളും കവികളും ഉൾപ്പെടെയുള്ള ആളുകൾ ഫേസ്ബുക്കിൽ എഴുതുമ്പോൾ സുഹൃത്തെ സുഹൃത്തെ എന്ന് വേണം. ഞാൻ സ്നേഹത്തിൽ പറയും, അത് ഇങ്ങനെയല്ലേ വേണ്ടത്. അല്ല ഭാഷ ഇപ്പോഴത്തെ മലയാളം ഇങ്ങനെ മതിക്കുന്നതാണ്. ഓ പിന്നെ ഞാനെന്ത് പറയാനാണ്? അപ്പൊ ഇത് ഒരു സോഫ്റ്റ്വെയർ പ്രശ്നമാണ്. ഇതിന് ദുരന്തം കൂടി നോക്കണം. ഇപ്പോ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിന് തൊട്ടടുത്തുള്ള മണ്ഡലത്തിലെ ഒരു പ്രമുഖ സ്ഥാനാർത്ഥിയുടെ പേര് പോസ്റ്ററിൽ അച്ചടിച്ച് ലക്ഷക്കണക്കിന് അച്ചടിച്ച് ഒട്ടിച്ചത് തെറ്റായിട്ടാണ്. ഇങ്ക എന്നടിക്കുന്ന പകരം കോടം കണ്ടെത്തുന്നതാണ്. എങ്ങനെ വായിച്ചു നോക്കും. എനിക്ക് അവസാനം സംശയം, ഞാനിവരോട് ചോദിച്ചു, എൻ്റെ ഭാഷയെ പറഞ്ഞത് എങ്ങനെ അറിയോ? പേര് നമ്മുടെ ഫോണിൽ പറഞ്ഞു നോക്കി, അപ്പം കിട്ടിയതെന്താണോ അത് വിചാരിച്ചു. അപ്പോൾ സോഷ്യൽ മീഡിയയിലും ചാനലുകളിലും, ചാനൽ മുറികളെ കുറിച്ചുകൂടി ഒറ്റ വാക്ക് നിർത്താം, സമയം പോകും. എൻ്റെ ഒരുപാട് ശിഷ്യന്മാർ പല ചാനലുകളിലും അതിന് തലപ്പത്ത് തന്നെ ഇരിക്കും. അപ്പം ഞാൻ എന്തായി എഴുതി വെച്ചിരിക്കുന്നത്, പക്ഷേ ഞങ്ങളുടെ ചാനൽ മുറിയിൽ 2 തരം ആൾക്കാരുണ്ട്. ഒന്ന് മലയാളം അറിയാവുന്നവർ, 2 മലയാളം അറിയാത്തവർ. ഇത് ആദ്യം ബ്രേക്ക് ചെയ്യണം ഒരു സാധനം. ദൈവമേ, ഈ സ്ക്രോൾ ന്യൂസ് എന്ന് പരിപാടി ഒന്ന് പറഞ്ഞ പരിപാടി നിർത്തിയാൽ തന്നെ മലയാളം കുറച്ച് രക്ഷപ്പെടുന്നത് മഹാഗതികളാണ് ഇക്കാര്യത്തിൽ. പക്ഷെ അപ്പോഴും ഒരു ആശാകിരണമുണ്ട്, മലയാളത്തിലാണല്ലോ ഇതൊക്കെ എഴുതുന്നത്, തെറ്റായ മലയാളമാണെന്നത് നമുക്ക് ഭാവി തിരിച്ചെടുക്കാൻ പറ്റുമായിരിക്കും. ഞാൻ പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ പറഞ്ഞ് എഴുതി ഇപ്പം ആര് സാർ പറഞ്ഞില്ല, കൈകൊണ്ടെടുത്ത് തീരാൻ പോവാണ്. ഉണ്ണികൃഷ്ണൻ പ്രസിഡന്റ് ഇത് എത്ര വൈകാരികത പറഞ്ഞാലും ഒരു സംശയമില്ല, വൈകാതെ അദ്ദേഹം അങ്ങോട്ട് മാറും. കാരണം നമുക്ക് നമ്മുടെ മനസ്സിന്റെ സ്പീഡ് അനുസരിച്ച് പറഞ്ഞെടുക്കാൻ ഈ സാധനം പറ്റുള്ളൂ. പക്ഷേ അത് തെറ്റായിട്ടാണ്. ആ ഒരു സോഫ്റ്റ്വെയർ ഇഷ്യൂ കൂടി വന്നായാൽ ഒരുപക്ഷെ ഭാഷ അതിൻ്റെ സ്വാഭാവികത ശബ്ദമാണ്, എഴുത്തിനുണ്ടായ ഒരു കൃത്രിമത്വമാണ്. അതാണ് പറയാനുള്ളത്. അദ്ദേഹം വളരെ സരസമായി സംസാരിച്ചു. സമയം പോയത് അറിഞ്ഞില്ല. നേരിട്ട് കാണാനും കേൾക്കാനും സമയത്ത് എനിക്ക് സന്തോഷമുണ്ട്. അടുത്തതായി നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള രവിദാസാണ്. അദ്ദേഹം പത്രപ്രവർത്തനങ്ങളുടെ ആയിരുന്നു അദ്ദേഹത്തിന് ആയോധനം. അപ്പോൾ സ്വാഭാവികമായി അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറയാനുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. പ്രമുഖ പത്രങ്ങൾക്ക് രഹസ്യമായി എനിക്ക് ഈ മലയാള ഭാഷമാരുടെ രസമുണ്ട്. അത് അമ്പേ തെറ്റച്ചടിച്ച് വന്നാൽ ഞാൻ അങ്ങനെ എഴുതില്ല, അവർക്ക് പേഴ്സണലി അയക്കും. അപ്പൊ എന്നോട് തർക്കിക്കും ആൾക്കാർ, സാർ അങ്ങനെയല്ല, മലയാളത്തിലെ ഒരു പ്രമുഖ പത്രം കോൺക്രീറ്റ് എന്നുള്ളതിന് CONCRET അല്ല കോൺക്രീറ്റ് മലയാളത്തിൽ എഴുതാൻ പറ്റുമല്ലോ. അങ്ങനെ ഒരു 10-25 വാക്ക് ഇത് കമ്പ്യൂട്ടർ ഓൺലൈൻ അടിച്ചിരിക്കാം. ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, അല്ല സാറേ പുതിയ പിള്ളേരാകുമ്പോൾ അനുഭവങ്ങൾ പറയാനുണ്ടാവും. സാറിന് സ്നേഹബോധം ഞാൻ തിരുവനാഥ സാറിന് ഞാൻ സ്നേഹബോധം.